എനിക്ക് കഠിനമായ നിരാശ തോന്നി. അവരുടെ വീട് ചോദിച്ചറിയേണ്ടതായിരുന്നു. എങ്കിലും ആഴ്ച 2 കഴിഞ്ഞപ്പോൾ 16ഉം 10ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ പാടിയ പനിനീർപ്പൂവ് പോലെ പൂവത്തിയും പേറി തെരുവോരത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. ആദ്യ കാഴ്ചയിൽ തന്നെ പവിഴമല്ലിയുടെ പെൺമക്കളെ ഞാൻ ഓർമ്മിച്ചു. അതുകൊണ്ട് അവരുടെ കരിഞ്ഞ ചുണ്ടുകളിലേക്ക് നോക്കി ഞാൻ ചോദിച്ചു, എങ്കെ അല്ലിയും മല്ലിയും താനേ? ആമാ. പെൺകുട്ടികൾ പരസ്പരം നോക്കി. അവരുടെ വിളറിയ മുഖത്ത് ആശ്ചര്യം കലർന്നു. നീങ്ക അമ്മ എങ്കെ? ഒരു വേള നീണ്ട നിശബ്ദതയ്ക്കൊടുവിൽ ധാവണിത്തുമ്പ് കൊണ്ട് നിധികളൊക്കെ അനിയത്തിയെ ചേർത്ത് പിടിച്ചു അവൾ പറഞ്ഞു, അമ്മ ഇരണ്ടു പോയാച്ചു. എൻ്റെ കണ്ണുകളിൽ പൊടുന്നനെ സന്ധ്യ പടർന്നു. ആ വെയിലത്തു ഞാൻ മഞ്ഞുപോലെ മരവിച്ചു. വാക്കുകൾ മറന്നു ഞാൻ നിൽക്കുമ്പോൾ ചുവന്ന ധാവണിയും റോസാപ്പൂ നിറമുള്ള ഉടുപ്പും ആൾക്കൂട്ടത്തിലെവിടെയോ മറഞ്ഞു കഴിഞ്ഞിരുന്നു. ആൾക്കൂട്ടത്തിന് ഇടയിലൂടെ നടന്നു ചെന്ന് അല്ലിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. നിനക്ക് ഞാനുണ്ടെന്ന് പറയാൻ എൻ്റെ ഹൃദയം മുറവിളി കൂട്ടി. പാദങ്ങൾ അറിയാതെ ആ ചുവന്ന ധാവണി തേടി തെരുവിലൂടെ നടന്നു തുടങ്ങിയിരുന്നു.